ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ബീറ്റ HCG ടെസ്റ്റിനെ പറ്റി നോക്കാം. എല്ലാവർക്കും പരിചിതമായ ഒരു ടെസ്റ്റാണ് ബീറ്റ HCG ടെസ്റ്റ്. ഇത് ബ്ലഡിൽ പ്രഗ്നൻസി ഹോർമോണിൻ്റെ ലെവൽ നോക്കുന്ന ടെസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നുള്ള ഹോർമോണ് അതിൻ്റെ ലെവലാണ് നോക്കുന്നത്. ഇത് ഉണ്ടാവുന്നത് എംബ്രിയോയുടെ സെൽസിൽ നിന്നാണ് ഈ ബീറ്റ HCG ഹോർമോൺ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രഗ്നൻസി ഉള്ളപ്പോഴേ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടും. ഇത് രണ്ട് ടൈപ്പിൽ നമുക്ക് നോക്കാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറയും, അത് പോസിറ്റീവ് നെഗറ്റീവ് ആണോ എന്ന് മാത്രമേ റിപ്പോർട്ട് കിട്ടുള്ളൂ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് എന്നുള്ളതിൽ എത്ര അളവുണ്ട് ഹോർമോൺ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രഗ്നൻസിയുടെ എത്ര വീക്സ് ആയി എത്ര ഡേയ്സ് ആയി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ ഹോർമോണിൻ്റെ ലെവല് വരിക. ചിലപ്പോൾ ഈ ഹോർമോൺ ലെവൽ തീരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറവാണെങ്കിൽ നമ്മൾ അത് വളരാത്ത പ്രഗ്നൻസി ആണെന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ട്യൂബിലുള്ള പ്രഗ്നൻസി ആണെന്ന് ചിന്തിക്കേണ്ടി വരും. പിന്നെ ചിലപ്പോൾ ഈ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള പിടിച്ച പ്രഗ്നൻസി ആണെങ്കിൽ പിന്നെ അങ്ങനെ ആദ്യം കുറഞ്ഞ ലെവലിൽ കിട്ടും. 5 കുറവാണെങ്കിൽ, പ്രഗ്നൻസി ഹോർമോൺ 5 കുറവാണെങ്കിൽ അത് നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ പ്രഗ്നൻസി ഹോർമോൺ നോർമലായ ഒരു പ്രഗ്നൻസിയിൽ 48 to 72 hours ഉള്ളിൽ ഡബിളായി വരും. അപ്പോൾ കുറച്ച് കുറവാണ് ഹോർമോൺ ലെവൽ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 48 to 72 hours ഉള്ളിൽ പിന്നെയും ടെസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കും. അപ്പം അത് ഡബിളായി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി പിന്നെ അതേപോലെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ പ്രഗ്നൻസി ഹോർമോൺ വളരെ ഹൈ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്വിൻ പ്രഗ്നൻസി ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ വെസിക്കുലാർ മോൾ എന്നുള്ള പ്രഗ്നൻസിയുടെ ഒരു കോംപ്ലിക്കേഷൻ പോലത്തതുണ്ട്, മുന്തിരിക്കുല ഗർഭം എന്നൊക്കെ പറയും. ആ ഗർഭത്തിൽ ഈ ബീറ്റ HCG ഹോർമോൺ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഹോർമോൺ ലെവൽ കുറവാണെങ്കിൽ നമ്മൾ ഒരു സ്കാനൊക്കെ ചെയ്തിട്ട് ട്യൂബൽ പ്രഗ്നൻസി ആണോ, വളരാത്ത പ്രഗ്നൻസി ആണോ, അല്ലെങ്കിൽ ട്വിൻസ് ഉണ്ടോ, വെസിക്കുലാർ മോളാണോ എന്നൊക്കെ ഉള്ളത് സ്ഥിരീകരിക്കേണ്ടി വരും. പിന്നെ ഈ പ്രഗ്നൻസി, ഈ ട്യൂബൽ പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും ആ പ്രഗ്നൻസി ഹോർമോൺ ലെവൽ കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും ചെയ്യും. ഈ എക്സ്പെക്റ്റൻറ്റ് മാനേജ്മെൻറ്റിലും അതേപോലെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുള്ള ട്യൂബൽ പ്രഗ്നൻസി മാനേജ്മെൻറ്റിലും ഒക്കെ പ്രഗ്നൻസി ഹോർമോൺ കുറയണുണ്ടോ എന്ന് നോക്കും. അതേപോലെ വെസിക്കുലാർ മോളിൻ്റെ ഫോളോ അപ്പിലും ഈ സീരിയലായിട്ട് ബീറ്റ HCG നോക്കേണ്ടതുണ്ട്. അതേപോലെ പ്രഗ്നൻസി മിസ്കാരേജ് ആവുകയാണ്, അത് ലോസ് ആവുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ ലെവൽ കുറഞ്ഞു വരുന്നുണ്ടോ, നെഗറ്റീവ് ആവണുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ബ്ലഡ് ടെസ്റ്റ് എല്ലാവർക്കും പരിചിതമായതാണ്. അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ പറയുന്നത്.